നമസ്കാരം. എറണാകുളം മണ്ഡലമാണ് എറണാകുളം ജില്ലയിലെ എറണാകുളം മണ്ഡലമാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. കൊച്ചി കോർപ്പറേഷന്റെ വാർഡുകളും ചേരാനെല്ലൂർ പഞ്ചായത്തും ഉൾപ്പെടുന്നതാണ് എറണാകുളം മണ്ഡലം. അതിന്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ട് നോക്കുകയാണെങ്കിൽ UDF ആണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. 45,218 വോട്ട്, 47% UDF പിടിച്ചു. LDF 23,235 വോട്ടേ ഉള്ളൂ, വളരെ കുറവാണ്. NDA ഒരു 18,000 വോട്ട് പിടിച്ചിട്ടുണ്ട്. അതേഴ്സ് സ്വതന്ത്രം എല്ലാം കൂടെ ഒരു 14,000 വോട്ടുണ്ട്. അതിന്റെ മെമ്പർമാർ നോക്കിയ UDF 28 പേര്, NDAക്ക് 6 പേര്, LDF 5, അതേഴ്സ് 5. അപ്പൊ NDAക്കാണ് മെമ്പർമാർ കൂടുതൽ LDFനെക്കാട്ടിലും. തോന്നുന്നു കോർപ്പറേഷനുള്ളിൽ ഏതെങ്കിലും ഒരു സെക്ഷനിലെ NDAക്ക് ഒരു നല്ലൊരു സ്വാധീന മേഖല ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും UDF വിളിച്ച വോട്ടിന്റെ പകുതിയോളേ ഉള്ളൂ സെക്കൻഡ് നിൽക്കുന്നവരും പിടിച്ചിട്ടുള്ളൂ. അപ്പൊ എന്തായാലും നമ്മൾ ഇതിന്റെ എറണാകുളം മണ്ഡലത്തിന്റെ ചരിത്രം നോക്കാം. 2011 നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ഹൈബിയുടെ മണ്ഡലമാണ് എറണാകുളം. നല്ല കൺവിൻസിങ് മാർജിൻ ജയിക്കുന്നതാണ്. ഇതേപോലെ തന്നെ പകുതി വോട്ടേ എതിരാളിക്കുള്ളൂ. അത് 2016 ഹൈബിയുടെ നിലനിർത്തി, നല്ല മാർജിനിൽ തന്നെ എടുത്തു. 2019 ബൈ ഇലക്ഷനിൽ MP ആയിട്ട് അദ്ദേഹം പോയപ്പോൾ ബൈ ഇലക്ഷനിലും കോൺഗ്രസ് TJ വിനോദ് അദ്ദേഹം കൺവിൻസ് ആയിട്ട് ജയിക്കാൻ പറ്റും. 2019 അതായത് ഈവൻ LDF ഭരിക്കുമ്പോൾ പോലും ജയിച്ചു. 2021 കഴിഞ്ഞ ഇലക്ഷനിൽ TJ വിനോദ് തന്നെ നിലനിർത്തുകയാണ് കോൺഗ്രസിന്റെ. LDFന്റെ ഷാജി ജോർജ് ഒരു 10,000 കൂടെ വോട്ടിന് UDF ജയിക്കുന്ന മണ്ഡലമാണ്. BJP പത്മരാജ് മേനോൻ 16. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2020 ഇവിടെ മത്സരിച്ചിട്ടുണ്ട്, 10,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 2020യും BJPയും കൂടെ ആണ് 26,000 വോട്ട് ഉണ്ടാവേണ്ട ഇടത്തിൽ 34,000, 8,000 വോട്ടേ ഉള്ളൂ രണ്ടാം സ്ഥാനക്കാരായിട്ടുള്ള വ്യത്യാസം. 20,000 വോട്ടാണ് ഒന്നാം സ്ഥാനക്കാരായിട്ടുള്ളത്. അപ്പം 2026 വരുമ്പോൾ സിറ്റിംഗ് MLA TJ വിനോദനാണ് മത്സരിക്കുന്നത്. LDF അത് കടാശി കൊടുത്തേക്കാണ്, സാബു ജോർജാണ് മത്സരിക്കുന്നത്. BJP PR ശിവശങ്കരനെയാണ് മത്സരിപ്പിക്കുന്നത്. ഓക്കെ, അത് ഞാൻ വിചാരിച്ച് 2020ക്ക് കൊടുക്കുമെന്ന്. ബട്ട് ഇല്ല, 2020 വോട്ട് കഴിഞ്ഞ തവണ BJPക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാവാം BJP തന്നെ എറണാകുളത്തെ ആ വാർഡ്, ആ മണ്ഡലം 2020ക്ക് കൊടുക്കാഞ്ഞത്. എന്തായാലും വോട്ട് നോക്കുകയാണെങ്കിൽ നോക്കും, 16,000 വോട്ടായിരുന്നു കഴിഞ്ഞ തവണ BJPക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം BJP 15,000 വോട്ടുണ്ട്. അപ്പം എറണാകുളത്ത് 45,000 വോട്ട്. എനിക്കൊന്ന് കോർപ്പറേഷൻ വലിയൊരു സ്വാധീന ശക്തിയാണ് UDF ആണ് ഭരിക്കുന്നത് ആ കോർപ്പറേഷൻ. 45,000 വോട്ട് UDFനുണ്ട്, കൂടുതൽ മെമ്പർമാരുണ്ട്. സിറ്റിംഗ് MLA കോൺഗ്രസ് തന്നെയാണ്. അപ്പോൾ കോൺഗ്രസ് ഒരു സുഖമായിട്ട് ജയിക്കുന്നതാണ് എറണാകുളം മണ്ഡലം എന്നാണ് വിശ്വാസം. കോൺഗ്രസ് ഫസ്റ്റ് വരും. 2ാം സ്ഥാനത്തിനാണ് ആക്ച്വലി മത്സരം നടക്കുന്നത്. 2ാം സ്ഥാനത്തിലേക്ക് മിക്കവാറും NDA വരാനുള്ള സാധ്യതയുണ്ട്. 2020യുമായിട്ടുള്ള ഒരു സഖ്യം ഉള്ളത് കൊണ്ട് എറണാകുളത്ത് പല മണ്ഡലങ്ങളിലും അത് ഉപകാരപ്പെടുന്നുണ്ട്. കാരണം 2 കൂട്ടർ കൂടെ വോട്ട് കൂട്ടുമ്പോൾ 2ാം സ്ഥാനമൊക്കെ കിട്ടുന്ന പല മണ്ഡലങ്ങളുണ്ട്. അപ്പൊ കഴിഞ്ഞ തവണ തന്നെ 2021 വോട്ട് നോക്കിയാൽ തന്നെ 8,000 വോട്ടിന് വ്യത്യാസമുള്ളൂ 2ാം സ്ഥാനത്തുള്ള LDF ആയിട്ട്. അപ്പൊ ഇത്തവണ ഒരു ഭരണവിരുദ്ധ വികാരോടെ വന്നു കഴിഞ്ഞാൽ LDFന്റെ വോട്ട് കുറച്ചുകൂടെ കുറഞ്ഞാൽ BJPയും 2020 അലയൻസിന് 2ാം സ്ഥാനം ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ UDF 1ാമത്, NDA 2ാമത്, LDF 3ാമതെന്നാണ് എൻ്റെ അനാലിസിസ്.